വൻകിട ഇടത്തരം ജലസേചന പദ്ധതികൾ. ഇടമലയാർ പദ്ധതിക്ക് കഴിഞ്ഞ വർഷത്തെ 10 കോടി വിഹിതം 10 കോടിയിൽ നിന്നും 35 കോടിയായി ഉയർത്തുന്നു. RADF ഉൾപ്പെടെ മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പദ്ധതിക്ക് 12 കോടിയും കാരാപ്പുഴയ്ക്ക് 32 കോടിയും ബാണാസുര സാഗർക്ക് 25 കോടിയും വകയിരുത്തുന്നു. പാമ്പാർ കടത്തിലെ ചെങ്കളർ പദ്ധതിക്ക് അവിടുത്തെ പട്ടിശ്ശേരി ഡാമിൻ്റെയും കനാൽ സംവിധാനത്തിൻ്റെയും പുനർനിർമ്മാണത്തിന് 14 കോടി വകയിരുത്തുന്നു. തലച്ചൂർ കടവിൽ തടയണയും ഫോർവേഡ് ടാങ്കും നിർമ്മിക്കുന്നതിനും പട്ടിശ്ശേരി ഡാമിലേക്ക് പുതിയ ഡൈവേർഷനും റോഡും ഉണ്ടാക്കുന്നതിനും 10 കോടി രൂപ വകയിരുത്തുന്നു. ചിറ്റൂർ, മലമ്പുഴ, മംഗലം, പോത്തുണ്ടി, കുറ്റ്യാടി, ഗായത്രി, വാളയാർ പദ്ധതികളിലെ കനാലുകളുടെ നവീകരണ പ്രവർത്തികൾ ലക്ഷ്യമിട്ടുകൊണ്ട് കാടാ കനാലുകളുടെ ഫീൽഡ് ചാനലുകളുടെയും ഡ്രെയിനേജുകളുടെ നവീകരണ പദ്ധതിക്ക് 11.10 കോടി രൂപ വകയിരുത്തുന്നു. പഴശ്ശി ജലസേചന പദ്ധതിയുടെ കനാലിൻ്റെ ശാഖാ കനാലുകളുടെയും നവീകരണ പ്രവർത്തനത്തിന് 15 കോടി രൂപ വകയിരുത്തുന്നു. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. ചിറ്റൂർ പുഴ പദ്ധതിയിലെ കനാലുകളുടെ നവീകരണത്തിന് 12 കോടി രൂപ വകയിരുത്തുന്നു. കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. രണ്ടാം കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി കുട്ടനാട് മേഖലയിലെയും തോട്ടപ്പള്ളി സ്പിൽവേയിലെയും വെള്ളപ്പൊക്ക നിവാരണ പ്രവർത്തികൾക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. മീനച്ചിൽ നദിക്ക് കുറുകെ അരണാപുരത്ത് ചെറിയ ഡാമും റെഗുലേറ്റർ കം ബ്രിഡ്ജും നിർമ്മിക്കുന്നതിനായി 3 കോടി രൂപ വകയിരുത്തുന്നു. ഡാം പുനരുദ്ധാരണവും വികസനവും പദ്ധതിയുടെ ഡ്രിപ്പ് പരിപാടിയുടെ ഭാഗമായി 15 ഡാമുകൾക്കായി 30 കോടി രൂപ വകയിരുത്തുന്നു. KSEBിയുടെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് 15 കോടി രൂപ വകയിരുത്തുന്നു. ഭൂഗർഭ ജലലഭ്യത പഠിക്കുന്നതിനും ആ മേഖലയിലെ പ്രവർത്തനത്തിനുമായി പ്രവർത്തിക്കുന്ന ഭൂഗർഭ ജല വകുപ്പിന് 22 കോടി രൂപ വകയിരുത്തുന്നു. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്കായി 17 കോടി രൂപ വകയിരുത്തുന്നു. ചെറുകിട ജലസേചനം ക്ലാസ് 1 പദ്ധതിക്ക് 75.1 കോടി രൂപയും ക്ലാസ് 2 പദ്ധതിക്ക് 22.5 കോടി രൂപയും വകയിരുത്തുന്നു. ഹരിത കേരള മിഷൻ മുഖേന കുളങ്ങളും ടാങ്കുകളും നവീകരിച്ച് സംരക്ഷിക്കുന്ന പദ്ധതിക്ക് 7.5 കോടി രൂപ വകയിരുത്തുന്നു. കുട്ടനാട് മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നബാർഡ് RADF പദ്ധതിയിൽ 100 കോടി രൂപ വകയിരുത്തുന്നു. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ വിവിധ പാടശേഖരങ്ങളിലെ വെള്ളപ്പൊക്ക നിവാരണ പ്രവർത്തനങ്ങൾക്കായി 57 കോടി രൂപ വകയിരുത്തുന്നു. തീരസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് 15 കോടി രൂപ വകയിരുത്തുന്നു. ഊർജ്ജം എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിന് 6.6 കോടി രൂപയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് 5.16 കോടി രൂപയും ഉൾപ്പെടെ 2024-25 ഊർജ്ജ മേഖലയുടെ വിഹിതം 1150.76 കോടി രൂപയാണ്. 2027 ഊർജ്ജ ആവശ്യത്തിൻ്റെ 50% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും നേടുന്നതിൻ്റെ ലക്ഷ്യവുമായിട്ടാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 610 മെഗാവാട്ട് സൗരോർജ്ജവും 44.5 മെഗാവാട്ട് ജലവൈദ്യുതി ഉൾപ്പെടെ 654.5 മെഗാവാട്ട് വൈദ്യുതോർജ്ജം അധികമായി ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി. 24-25 സൗരോർജ്ജത്തിലൂടെ 1000 മെഗാവാട്ട് സ്ഥാപിത ശേഷി കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിവിധ പദ്ധതികൾക്കായിട്ട് മാങ്കുളം പഞ്ചായത്തിലെ പദ്ധതിക്ക് 40 മെഗാവാട്ട് പദ്ധതിക്ക് 8 കോടി രൂപ വെക്കുന്നു. ചിന്നാർ ചെറുകിട ജല പദ്ധതിക്ക് 10 കോടി രൂപ വെക്കുന്നു. പഴശ്ശി സാഗർ പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. ഇടുക്കിയിലെ ഡാമിൻ്റെ പ്രതലം സ്ക്രീനായി ഉപയോഗിച്ച് ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു വിപുലമായ ലേസർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉൾപ്പെടെയുള്ള ടൂറിസം വികസനം ഉദ്ദേശിക്കുന്നുണ്ട്. അതിനായിട്ട് പദ്ധതിയുടെ ആദ്യ ഗഡുവായിട്ട് 5 കോടി രൂപ അതിന് വകയിരുത്തുന്നു. കോഴിക്കോട് ജില്ലയിലെ ചക്കട്ടപ്പാറയിൽ കുറ്റ്യാടി അഡീഷണൽ എക്സ്റ്റൻഷൻ സ്കീമിന് 7 കോടി രൂപ, ചെറുകിട ജലവൈദ്യുത പദ്ധതിക്ക് 10 കോടി രൂപ എന്നിവ നീക്കിവെക്കുന്നു. പുതിയ ജലവൈദ്യുത പദ്ധതികളുടെ സാധ്യതാ പഠനങ്ങൾക്ക് 15 കോടി രൂപയാണ് വകയിരുത്തുന്നത്. പഴക്കമുള്ള ജലവൈദ്യുത പദ്ധതികളുടെ ആധുനികവൽക്കരണവും പുനരുദ്ധാരണ പരിപാടിക്കുമായിട്ട് 20 കോടി രൂപ വകയിരുത്തുന്നു. 2018-19 വർഷങ്ങളിലെ പ്രളയങ്ങൾ KSEB നിർമ്മിതികൾക്ക് വൻതോതിൽ നാശനഷ്ടമുണ്ടാക്കിയ സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപ്പാദന, പ്രസരണ, വിതരണ മേഖലകളിൽ പ്രളയ പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി 18.18 കോടി രൂപ വകയിരുത്തുന്നു. ദ്യുതി പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തുന്നു. കഴിഞ്ഞ വർഷത്തേക്കാളിലും ഇത് 24 കോടി രൂപ അധികമാണ്. ഇടമൺ കൊച്ചി മടക്കത്തറ നഷ്ടപരിഹാര പാക്കേജിന് വേണ്ടി 20 കോടി രൂപ വകയിരുത്തുന്നു. ഊർജ്ജ മേഖലയിൽ ആരംഭിച്ച ഇന്നൊവേഷൻ ഫണ്ട് ആൻഡ് എസ്കോട്ട് സ്റ്റാർട്ടപ്പ് പദ്ധതിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൻ്റെ സംസ്ഥാന വിഹിതമായി 31.62 കോടി രൂപ വകയിരുത്തുന്നു. പാരമ്പര്യേതര പുനരാവർത്തക ഊർജ്ജ സ്രോതസ്സുകൾ അനർട്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 50.2 കോടി രൂപ വകയിരുത്തുന്നു. സോളാർ, തെർമൽ സംവിധാനങ്ങൾ, മൊബിലിറ്റി തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിന് 37.3 കോടി രൂപ നീക്കിവെക്കുന്നു. ഇതിൽ 3.50 കോടി രൂപ വൈദ്യുതി എത്തിച്ചേരാത്ത വിദൂര ആദിവാസി ഊരുകളിൽ സോളാർ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.